ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയൽ ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെഫി അങ്ങനെ കല്യാണിനെ കാണാൻ വേണ്ടിയിട്ട് എന്താണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റെഫി ഇങ്ങനെ വല്ലാതെ നിരാശയോടുകൂടി തന്നെ ഇറങ്ങി വരുന്ന സമയത്തേക്ക് അവിടേക്ക് ചന്ദ്രസേന വരികയാണ്. ചന്ദ്രസേന രൂപയെടുത്ത് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരി അവളാണ്, ആ സ്റ്റെഫി. ഈ ഗംഗപ്രസാദ് മരിച്ചത് ആരും അറിയാനും പോണില്ല, ആരും കേസ് കൊടുക്കാനും പോവില്ലായിരുന്നു. പക്ഷെ ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവളാണ് കേസ് കൊടുത്തോണ്ടാണ് പ്രശ്നം ഇത്ര ഗുരുതരമായത്. അവളുടെ ഒറ്റൊരുത്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. അവൾ എന്റെ കൈ കിട്ടട്ടെ, അവളുടെ മരണം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ ചന്ദ്രസേന രൂപയെടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നതാണ് സ്റ്റെഫിയുടെ മുൻപിലേക്ക് കേട്ടോ. സ്റ്റെഫി ദേഷ്യത്തിൽ ചന്ദ്രസേന നോയിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രസേന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് തൃപ്തിയായോ, സമാധാനായോ, നിന്റെ മരിച്ചുപോകാൻ കാമുകൻ തിരിച്ചു വന്നോടി എന്ന് ചോദിക്കാണ്. സ്റ്റെഫി പറയുന്നുണ്ട്, അവൻ തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവന്റെ കൊലയാളികളെ എനിക്ക് കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. എന്തിനാണാവോ നിയമത്തിന് മുമ്പിൽ എത്തിച്ചത്? നീ പറയുന്ന കാമുകൻ വലിയ സംഭവമാണല്ലോ, അല്ല നമ്മൾ ആദരിക്കേണ്ട ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവ മരിച്ചാൽ നമ്മൾ തെളിയിച്ചല്ലേ പറ്റൂ അല്ലേ? അതെ, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മോനും അതുപോലെ തന്നെ അവരുടെ കൂട്ടാളികൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഗംഗക്ക് വേണ്ടി ഞാൻ എന്റെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് വന്നതാണ്. അതിനുള്ളത് നിനക്ക് സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തില്ലേ? ഇത്രയും വളർത്തി വലുതാക്കിയ വീട്ടുകാരെ ഉപേക്ഷിച്ച് നീ ഗംഗയുടെ പുറകെ പോയപ്പോ നീ എന്തൊക്കെ അനുഭവിച്ചു? ഒരുപാട് അടിയും വഴക്കും പ്രാക്കും ശാപവും കിട്ടി. പിന്നെ ഇപ്പോഴാണെങ്കിൽ ജയിലിലുമായി. അപ്പോ സ്റ്റെഫി പറയണ്ടേ, ഞാൻ ജയിലിലായിട്ടുണ്ടെങ്കിലേ പരോളിന് ഇറങ്ങുകയും ചെയ്ത് ഇനി അധികം നാളൊന്നും എന്നെ ജയിലിടാൻ ആർക്കും പറ്റില്ല. ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഗംഗയുടെ കൂടെ ചേർന്നു ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അതിനെയാണ് എന്നെ ജയിലിൽ പിടിച്ചു കിടത്തിയത്. പിന്നെ നിങ്ങളുടെയൊക്കെ സ്വാധീനം കൊണ്ടല്ലേ ഞാൻ അവിടെ ഇത്ര നാൾ കിടക്കുന്നത്. സാധാരണക്കാണെങ്കിൽ നേരത്തെ എപ്പോഴേ ഇറങ്ങിപ്പോയാനെ. അതേടി, നീ ഇറങ്ങില്ലടി. നീ ഇറങ്ങാൻ നോക്കുമ്പോഴൊക്കെ എന്റെ സ്വാധീനം വെച്ച് ഞാൻ നിന്നെ ഇനിയും ജയിലിൽ കിടത്തും. നീ ഒരിക്കലും പുറം ലോകം കാണാൻ പോകുന്നില്ലടി എന്ന് പറയാണ്. ആ വീട്ടുകാർക്കേ നിന്നെ വേണ്ട, പിന്നെ നീ എഴുന്നേറ്റ് നടക്കണത്. പിന്നെ നിന്റെ ഗംഗപ്രസാദ് ഉണ്ടല്ലോ, അവൻ എന്തായാലും ഭൂമിന്ന് പോയി. പിന്നെ എന്തിനാടി അവന്റെ പുറകെ നടക്കണത്? ഞാൻ നടക്കും. ആ കിരണിനും അവന്റെ കൂട്ടാളികൾക്കും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അഥവാ കൂട്ടാളികൾ രക്ഷപ്പെട്ടില്ല, കിരൺ ഉണ്ടല്ലോ അവൻ ജയിലിൽ കിടക്കണം. ഞാൻ കിടന്ന പോലെ തന്നെ അവനും ജയിലിൽ കിടക്കണം. ജയിലിലെ ഭക്ഷണം 4 നേരം കഴിച്ച് അവനോട് കിടക്കട്ടെ. ഇത്ര നാൾ സുഖിച്ച് ഹോട്ടൽ ഭക്ഷണവും കല്യാണിയുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവും കുടുംബത്തിന്റെ സ്നേഹവും അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അന്തസ്സായിട്ട് നടന്നതല്ലേ അവൻ. ഇനി ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി പുച്ഛത്തോടെ പോകുമ്പോ ചന്ദ്രസേന പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, എന്റെ മോൻ അങ്ങനത്തെ എന്തെങ്കിലും വിധി വരുവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലോടി. നിന്റെ മരണം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. സ്റ്റെഫി പറഞ്ഞിട്ട്, എനിക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല. എന്റെ ഗംഗയുടെ കൊലയാളികളെ ജയിലിൽ കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ മരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റെഫി ഒരു കൂസലില്ലാതെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ചന്ദ്രസേന മനസ്സിലാക്കണം, ഹോ ഇതെന്തൊരു പെണ്ണാണ് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേന രൂപയെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല. കിരണിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് മരിക്കാൻ പോലും അവള് തയ്യാറാണ്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? സാധാരണ നല്ല ആണുങ്ങൾക്ക് വേണ്ടി, നല്ല സ്നേഹമുള്ള ആണുങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ കല്യാണി മോളോടക്കം. പക്ഷെ ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചാവാൻ കിടക്കുന്ന പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രൂപ പറയണ്ട, അവളെന്റെ കൈ കിട്ടിയ ഞാൻ അവൾക്ക് നല്ല പണി കൊടുത്താനെ. എടോ, പണി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അവള് ചാവാനും തയ്യാറായി കിടക്കുന്ന പെണ്ണാണ്. കിരൺ ജയിലിൽ കിടക്കണ കണ്ടിട്ട് അവള് വേണമെങ്കിൽ ചാവാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരാന്നാ അവൾ എന്നോട് പറഞ്ഞത്. എന്തായാലും ഞാൻ നവീനൊന്ന് വിളിച്ചിട്ടുണ്ട്. നവീന് പറഞ്ഞു കുറച്ച് സീനുള്ള പ്രശ്നമുള്ള കേസാണെന്നാ പറഞ്ഞത്. നാളെ രാവിലെ 11 മണിക്ക് കിരണിനെയും അതുപോലെ തന്നെ വേലുവിനെയും രതീഷിനെയും കോടതിയിൽ ഹാജരാക്കും. നോക്ക്, ഒരിക്കലും കല്യാണി മോൾ ഇത് അറിയരുത് കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അറിയാലോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രേട്ട. ഞാൻ ഒരിക്കലും ആരറിയിക്കാതെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പൊ ആരുമില്ലല്ലോ, ബൈജും കാദംബരിയും മാത്രമേ ഉള്ളൂ. അവരുടെ വായിന്ന് സത്യങ്ങളൊന്നും പുറത്തു പോയില്ല എന്ന് രൂപ പറയാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണിനെയാണ്. ബൈജു കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബൈജുനോട് കല്യാണി ചോദിക്കുന്നുണ്ട്, കിരണേട്ടൻ എന്താ വരാത്തത്? ഇന്നലെ വന്നില്ല, ഇന്നിപ്പോ ഇത്ര സമയം ഇതുവരെ വന്നില്ല. ബൈജു പറഞ്ഞിട്ട്, അത് വേറൊന്നുമല്ല കല്യാണിനെ കാണാൻ ഒരാളെയല്ലേ കേറ്റുള്ളൂ. ഞാൻ കല്യാണിനെ കണ്ടില്ലല്ലോ, അതാണ് എന്നെ കേറ്റിയത്. കുറച്ച് ഇവ പാറുമോൾ വരും, പാറുമോൾക്കും കാണാൻ പറ്റണ്ടേ. ഡോക്ടർ അധികം ആരെയും കേറ്റില്ല. പിന്നെ കല്യാണിന്റെ അച്ഛന് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന്റെ കൂടെ കിരണളിയനും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മ ഒക്കെ ഉണ്ട്. പിന്നെ കിരണളിയൻ കുറച്ച് കഴിയുമ്പോഴേക്ക് വരുമെന്നാണ് പറഞ്ഞത്. എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബൈജു? ഒരു പ്രശ്നം എന്റെ കല്യാണി ഒന്നും ടെൻഷൻ ആവാതെ ഇരിക്കേ. നോക്ക്, കല്യാണി റൂമിലായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവുള്ളൂ, വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് ബൈജു ഇങ്ങനെ കല്യാണിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ കല്യാണിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോയിട്ട് ആർക്കും എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടോ എന്നൊരു തോന്നല് കല്യാണിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കല്യാണി ഇങ്ങനെ തന്നെ ആലോചിച്ചിരിക്കുകയാണ്, എന്നാൽ കിരണേട്ടൻ ഇത്രയും നേരം എന്നെ കാണാതിരിക്കില്ല എന്നൊരു വിശ്വാസം കല്യാണിക്കുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീൻ ആണെങ്കിൽ പ്രകാശിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ലക്ഷ്മിയമ്മയുടെയും പ്രകാശിന്റെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ. നവീനെ കാണുമ്പോഴേക്കും പ്രകാശൻ ചോദിക്കണ്ട്, വക്കീലെ, കിരണിനും രതീഷിനും വേലിനും ജാമ്യം കിട്ടോ? അവര് പുറത്തിറങ്ങോ? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അപ്പൊ നവീൻ പറയണ്ട്, സത്യം പറയാലോ, ഞാൻ ചന്ദ്രസേനൻ സാറിനോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് ജാമ്യം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ പ്രകാശൻ പറഞ്ഞു, അയ്യോ, അവർക്ക് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം. അവര് നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, പിന്നെ എന്തിനാ അവരിങ്ങനെ കോടതി ശിക്ഷിക്കണത്? നവീൻ പറയുന്നുണ്ട്, അതിന്റെ കാരണക്കാര് രണ്ടുപേരാണ്. ഒന്ന് ആ സി എ, പിന്നെ ആ സ്റ്റെഫി. ആ സി എ ആണെങ്കിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, പരാതി എന്താണെന്ന് മാത്രമേ അയാൾ നോക്കുള്ളൂ. അയാളൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കേസ് ഇത്രത്തോളം പോവില്ല. പിന്നെ ആ സ്റ്റെഫി, അവളുടെ ആ ഒരു പരാതി, അതാണ് എല്ലാത്തിനും കാരണം. ഇനിയിപ്പോ എന്താ, കിരണമോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവില്ലേ വക്കീലെ? എന്താന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോ നവീൻ പറയണ്ട്, നോക്ക്, ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ പറയാം. ഒരിക്കലും കല്യാണിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ഒട്ടും ടെൻഷൻ പാടില്ല. ബ്ലീഡിങ് കൺട്രോൾഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണിനെ രക്ഷിക്കാനുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് നടക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞോണ്ട് തന്നെ പ്രഷറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും, ടെൻഷനൊന്നും കല്യാണിക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കല്യാണി ഈ വിവരം അറിയാനേ പാടില്ല. അതിനുള്ളിൽ തന്നെ കിരണിനെ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റും. അതിനുവേണ്ടി ഈ കൊലപാതകം വേറെ ആരെങ്കിലും ഏൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അയാൾ ജയിലിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ വേണമെങ്കിൽ രക്ഷിച്ചെടുക്കാം എന്ന് പറയണം. പക്ഷെ അങ്ങനെ ഒരു ത്യാഗം ആരെങ്കിലും ചെയ്യണം എന്ന് നവീൻ പറയണം. ഇത് കേട്ട പ്രകാശം ചോദിക്കേണ്ടല്ല, ആരെങ്കിലും ആ കൊലക്കുറ്റം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കിരണിന്. അപ്പൊ നവീൻ പറഞ്ഞ, അങ്ങനെ ആരെങ്കിലും കൊലക്കുറ്റം ഏറ്റ് ഇങ്ങനെ ഡെഡ് ബോഡി ഇങ്ങനെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കിരണിനെയും വേലുവിനെയും രതീഷിനെയും അവിടെ നിന്ന് എന്തായാലും റിലീസ് ചെയ്യും. ശരിക്കുള്ള കൊലയാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഏറ്റെടുത്തതെന്നൊക്കെ പറഞ്ഞ അവരെ ഈസി ആയിട്ട് ജാമ്യത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ ഈ കൊലക്കുറ്റം ഏറ്റെടുത്ത ആളെ കുറച്ചു ദിവസം എന്തായാലും ജയിലിലൊക്കെ കിടക്കേണ്ടി വരുമെന്നുണ്ടെങ്കിലും അയാളെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള വഴികളൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഒരു ത്യാഗം ചെയ്യുന്ന ഒരാള് വേണം എന്ന് നവീൻ പറയാണ്. പ്രകാശ് എടുത്ത് വായിക്കുമ്പോഴുണ്ട്, അത് ഞാൻ ചെയ്തോളാം വക്കീലെ എന്ന് പറയാണ്. ആര്? അങ്കിളോ? അങ്കിളിന് ഇപ്പൊ തന്നെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്കിൾ ഒന്നും എടുത്തിട്ട് ശരിയാവില്ല. ജയിലിലൊക്കെ പോയി കിടക്കേണ്ടത് ആകെ സീനാവും. അത് വേണ്ട. കിരണിനെ പോലെ തന്നെ അങ്കിളും ജയിലിൽ കിടക്കുന്നത് കല്യാണിക്ക് സഹിക്കാൻ പറ്റില്ല. അതല്ല വക്കീലെ, ഇപ്പൊ തൽക്കാലത്തേക്ക് കിരൺ മോനൊന്ന് പുറത്തിറങ്ങട്ടെ. അതിനുശേഷം എനിക്ക് അകത്ത് കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്നേഹിക്കുന്നവര്, എന്റെ മോള്, എന്റെ കിരൺ മോൻ, എന്റെ മരുമക്കള്, എന്റെ മക്കള്, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, അവര് സന്തോഷത്തോടെ ഇരിക്കുക. അത് മാത്രമേ എനിക്കുള്ളൂ. അറിയാലോ, കല്യാണി മോളെ ചെറുപ്പത്തിൽ ഒരുപാട് ദ്രോഹിച്ചോടാണ് ഞാൻ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പ്ലീസ് വക്കീലെ, എന്നെ നാളെ കോടതി കൊണ്ടുപോകും, ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയാണ്. അങ്ങനെ നവീൻ പ്രകാശനും കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് വരികയാണ്. പ്രകാശനാണ് തെറ്റ് ചെയ്തെന്ന് പറയാനായിട്ട്. അങ്ങനെ കിരണും വേലും രതീഷും ഞെട്ടിപ്പോവാണ്. പ്രകാശൻ ആ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കാട്ടോ. ഇങ്ങനെ സ്ഥലത്ത് കുഴിച്ചിട്ടു, ഞാനാണ് കുഴിച്ചിട്ടത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കോടതി വിധി കൽപ്പിക്കുമ്പോ രതീഷിനെ വേലുവിനെയും കിരണിനെ വെറുതെ വിടാണ്. പ്രകാശനെയാണ് ജയിലിലേക്ക് ഇടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ക്ലൈമാക്സ് കേട്ടോ. പ്രകാശൻ ജയിലിൽ പോകുന്ന ഭാഗം തന്നെയാണ് ക്ലൈമാക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.